വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ജില്ലാ ഭരണകൂടത്തിൻ്റെ മേധാവികളും പോലീസും എല്ലാം ഇവിടെ എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ 11 മണിക്ക് ബന്ധപ്പെട്ടവരെല്ലാം ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ കാണാൻ കഴിഞ്ഞത് നാട്ടാന പരിപാലന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. രണ്ടാമത്, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചു എന്ന സംശയം ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമപരമായി നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. വെടിക്കെട്ടുമായുള്ള പ്രശ്നത്തിൽ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയും പ്രത്യേകം പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം അവരാണ് എഴുന്നള്ളിപ്പിനുള്ള അന്തിമമായ അധികാരം നൽകേണ്ടത്. അങ്ങനെ നൽകാനിടയായത് ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേരളത്തിലൊട്ടാകെ ബാധകമാകുന്ന പൊതുനിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങൾ ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷതയനുസരിച്ച് അതുപോലെ പാലിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അത് കോടതിയെ ബോധ്യപ്പെടുത്തതിനെ തുടർന്നാണ് ഓരോ ജില്ലയിലെയും സവിശേഷതകൾക്കനുസരിച്ച് ആ ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കി ആവശ്യമായ തീരുമാനമെടുക്കാനുള്ള അധികാരം ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റികൾക്ക് നൽകാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. അപ്പോൾ ഇവിടെ ഞാൻ വന്നെത്തിയപ്പോൾ ഇതിനകത്ത് ക്ഷേത്രം ഭാരവാഹികൾക്കും മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒന്നല്ല എന്നാണെങ്കിലും സർക്കാരിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോയേ പറ്റൂ എന്നതാണ് ഞാൻ അവരെ അറിയിച്ചിട്ടുള്ളത്. നിയമപരമായി ആകുമ്പോൾ അവർക്ക് നിയമപരമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവസരം ഉണ്ടാവുമല്ലോ, അതവർ ചെയ്യട്ടെ. നമുക്ക് ഇപ്പോഴുള്ള നിയമവും നടപടിക്രമങ്ങളും കോടതി നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനകം തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ നിഷ്പക്ഷമായി, കാരണം ഒരു നാടിൻ്റെ ആകെ പ്രശ്നമായതുകൊണ്ട് തന്നെ ആരെയും സഹായിക്കാതെ ആരെയും ശിക്ഷിക്കാതെ വളരെ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ശരിയായ നിയമം അനുശാസിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇവിടെ അന്വേഷിച്ചപ്പോൾ പരിക്കേറ്റ് കിടക്കുന്നവരുടെ കാര്യത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ തന്നെ ആവശ്യമായ പരിരക്ഷയും ശ്രദ്ധയും ചെലുത്തുന്നുണ്ട് എന്നാണ് അവർ അറിയിച്ചത്. അത് അവർ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റ് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മന്ത്രിതല സ്ഥലത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വഴി. ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളോട്, മരണപ്പെടാനിടയായ കുടുംബാംഗങ്ങളോട് ഗവൺമെൻറ്റിനും എനിക്കുമുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്താനും അനുശോചനം അറിയിക്കാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തും. ഈ ആന വെള്ളാനുള്ള കാരണം നമ്മൾ 3 വകുപ്പുകളും ഏകീകരിച്ച് തന്നെ ആണോ കണ്ടെത്തിയിരിക്കുന്നത്? അതിൽ അസാധാരണമായ ഒരു സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോകും. റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നാട്ടാന പരിപാലന ചട്ടമടക്കം അവിടെ ലംഘിക്കപ്പെട്ടു എന്ന് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണിപ്പോൾ വനം മന്ത്രി വ്യക്തമാക്കുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ.